സൗദി കിഴക്കൻ പ്രവിശ്യയിലെ ഇന്ത്യൻ സമൂഹത്തിനായി സൗദിയിലെ ജനറൽ എന്റർടൈൻമെന്റ് അതോറിറ്റി സംഘടിപ്പിച്ചു വരുന്ന ഇന്ത്യൻ മേളയിൽ പഞ്ചാബി ഡാൻസ് അവതരിപ്പിക്കാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് ദമാമിലെ ഒരു കൂട്ടം മലയാളി നൃത്ത വിദ്യാർത്ഥികൾ. പാസ്പോർട്ട് ടു ദ വേൾഡ് എന്ന പരിപാടിയിൽ അൽഖോബാറിൽ നടന്നുവരുന്ന ആഘോഷമേളയിൽ വിവിധ രാജ്യക്കാരായ നിരവധി പേരാണ് എത്തുന്നത്. സുബൈറുദ്ദീനൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇസ്കാൻ പാർക്കിലാണുള്ളത്. പാസ്പോർട്ട് ടു ദ വേൾഡ് എന്ന ഒരു പരിപാടിയാണ്. നമ്മുടെ ഇന്ത്യൻ മഹോത്സവമാണ് ഇവിടെ നടക്കുന്നത് എന്ന് നമ്മൾക്ക് വേണ്ടി പറയേണ്ടി വരും. കാരണം ആ ഒരു ഇന്ത്യൻ ആഘോഷമേളയിൽ ഇവിടുത്തെ ദമാമിലെ ദേവിക കലാക്ഷേത്രത്തിലെ കുട്ടികളാണ് ഇവിടെ ഇന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു പരിപാടി അവതരിപ്പിച്ചത്. ഇത് ഈ വ്യത്യസ്തത എന്ന് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ പഞ്ചാബി ഡാൻസാണ്. ഈ പഞ്ചാബി ഡാൻസ് അവതരിപ്പിച്ചിരിക്കുന്നത് മലയാളികൾ എന്നുള്ളതാണ്. കാരണം ഇവിടെ അങ്ങനെ ഒരു പഞ്ചാബി ഡാൻസ് വരികയും അർജൻറ്റായിട്ട് വേണമെന്നൊരു എൻക്വയറി വരികയും നമ്മുടെ ഈ പറഞ്ഞതുപോലെ അല്ലേ ടീച്ചറുടെ നേതൃത്വത്തിൽ ഉടൻ തന്നെ അത് പഠിച്ചെടുത്ത് അവതരിപ്പിക്കാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് അല്ലേ ടീച്ചർ എന്താ പറയാനുള്ളത്? ദമാമില് നമ്മൾ ഇത് ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്, കാണുന്നത്. റിയാൽ സീസൺ നമ്മളെപ്പോഴും കാണാറുണ്ട്. ഇവിടെ ഇങ്ങനെ വരണം എന്നുള്ളത് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വരെയും നമ്മളെ വിളിക്കുകയും ചെയ്തപ്പോൾ നമ്മൾക്ക് ഒത്തിരി സന്തോഷമായി. നമ്മള് പെട്ടെന്ന് ഷോർട്ട് ടൈം ആയിരുന്നു അവർ തന്നിട്ടുള്ളത്. ആ ഒരു 4-5 ഡേയ്സിനുള്ളിൽ തന്നെ നമ്മൾ ഭയങ്കര സെറ്റ് ചെയ്ത് കൊടുത്തു. നിങ്ങളൊക്കെ ഈ ഒരുപാട് വ്യത്യസ്ത ഡാൻസുകൾ അല്ലേ അവതരിപ്പിച്ചവരാണ്. ഈ ഒരു പെട്ടെന്നൊരു ഒരു പഞ്ചാബി സ്റ്റൈലിലേക്ക് മാറുമ്പോൾ ഒന്ന് വിഷമം തോന്നിയോ? അപ്പൊ ഒരു പഞ്ചാബി സ്റ്റൈലിൽ ഡാൻസ് കൂടി കളിക്കുമ്പോൾ എന്ത് തോന്നി, മനസ്സിൽ എന്തൊക്കെ തോന്നി? ഇപ്പൊ ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു. എന്തായാലും സന്തോഷം. അതേപോലെ തന്നെ ഞങ്ങൾക്ക് പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പൊ അങ്ങനെ കളിച്ചപ്പം ഞങ്ങൾ കളിക്കുന്ന സാധാ ഫോമിനെക്കാളും നല്ലൊരു ഡിഫറൻസ് ഞങ്ങൾക്ക് തോന്നി. അതേപോലെ നല്ലായിരുന്നു. അതുപോലെ തന്നെ ദേവിക കലാക്ഷേത്രത്തിലെ നിങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ ഒത്തിരി വേദികളിൽ ഇതേപോലെ വ്യത്യസ്ത ഡാൻസുകൾ അവതരിപ്പിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതെന്ന് പറഞ്ഞാൽ അതുപോലുള്ളൊരു വേദിയല്ല. ഇത് സൗദി ഗവൺമെന്റ് ജിയുടെ ഒരു ഗവൺമെന്റിന്റെ ഒരു ഔദ്യോഗികമായിട്ടാണ് നിങ്ങൾ ഇങ്ങനെ പരിപാടിയൊക്കെ അവതരിപ്പിക്കാൻ ഇവിടെ വന്നല്ലേ. അപ്പൊ എന്ത് തോന്നി? സന്തോഷമായോ? സന്തോഷം. പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു ഇതൊക്കെ. ഞാൻ പഞ്ചാബി ഡാൻസ് മുമ്പ് കളിച്ചിട്ടില്ല. ഇത് കളിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പറയേണ്ടതെന്നറിയാൻ അതല്ല, കുറെ ഡാൻസ് ഫോംസ് കളിച്ച് ഓരോരോ പുതിയ ഡാൻസ് ഫോംസ് പഠിക്കുമ്പോൾ നമ്മുടെ അറിവ് കൂടി വരുന്നതിന്റെ ഒരു സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും. അത് മാത്രമല്ല, സാധാരണ ഒരുപക്ഷെ നമ്മളെ ഇവരൊക്കെ ഇവിടുത്തെ ദമാമിൽ വ്യത്യസ്ത പരിപാടികളിൽ തന്നെ ഒരു കൂടി വന്നാൽ ഒരു 5000 അല്ലെങ്കിൽ 10,000 ആൾക്കാരുടെ ഒക്കെ വേദിയിലായിരിക്കും ഇങ്ങനെയുള്ള ഡാൻസുകളൊക്കെ അവതരിപ്പിക്കുന്നത്. ഇത് മറിച്ച് അല്ലേ ഒരുപാട് കിഴക്കൻ പ്രവിശ്യ മുഴുവനും ഒഴുകി വന്ന ഒരു വേദിയിലാണ് ഇത്രയും അല്ലേ ഒരു പഞ്ചാബി ഡാൻസ് കളിച്ചിരിക്കുന്നത്. ടീച്ചറെ എന്ത് തോന്നുന്നു ഒടുവിൽ എല്ലാം കഴിഞ്ഞിറങ്ങുമ്പോൾ? അല്ല, നമുക്കൊരു അഭിമാനം തോന്നുന്നുണ്ട്. നമുക്ക് സൗദിയിൽ നമുക്ക് ഇങ്ങനെ ശരിക്കും നമുക്ക് ആദ്യമൊന്നും ഒന്നിനും അവസരങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇന്ത്യൻ കൾച്ചർ കാണിക്കാൻ ഒരു അവസരം നമുക്ക് ആദ്യമായിട്ട് ഇങ്ങനെ കിട്ടിയപ്പോൾ അതിൽ സന്തോഷം. പറഞ്ഞതുപോലെ തന്നെ ഈ ദേവിക കലാക്ഷേത്രയിലെ വിദ്യാർത്ഥികൾ ഒരുപാട് സ്റ്റേജുകളിൽ പരിപാടികൾ അവതരിപ്പിച്ചവരാണ്. ഇന്ത്യൻ മേളയിൽ പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പഞ്ചാബി ഡാൻസ് അവതരിപ്പിക്കാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് ഈ കുട്ടികളെല്ലാം. ദമാമിൽ നിന്നും ക്യാമറമാൻ ജുനൈദിനോടൊപ്പം സുബൈറുദ്ദീനൂർ.